എറണാകുളം മലയാറ്റൂർ പള്ളിയിൽ തീർത്ഥാടകരുടെ മൊബൈൽ ഫോണുകൾ മോഷ്ടിച്ച പ്രതിപിടിയിൽ. ആലപ്പുഴ സ്വദേശി അബ്ബാസ് സൈനുദ്ദീനാണ് പിടിയിലായത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അമൽ സുരേന്ദ്രനാണ് ചേരുന്നത്. അമൽ, ഗുഡ് ഈവനിങ്. ഏതായാലും പള്ളിയിൽ പ്രാർത്ഥിക്കാൻ മാത്രമല്ല, ഭക്തിയുടെ ഭാഗമായി മാത്രമല്ല, മോഷണത്തിനും ആളുകൾ എത്തുന്നുണ്ട്. പുതിയ കാര്യമല്ല. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇയാൾ അറസ്റ്റിലായിട്ടുണ്ടല്ലോ അല്ലേ? ക്രിസ്റ്റീന, വെരി ഗുഡ് മോർണിംഗ്. ഏതായാലും പള്ളികൾ അടക്കമുള്ള അല്ലെങ്കിൽ അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ ഭക്തിയുടെ മറവിൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുവാൻ ആളുകൾ എത്തുന്നത് ഇത് ആദ്യത്തെ കാര്യമൊന്നുമല്ല. അങ്ങനെ ഒരു സംഭവം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മലയാറ്റൂർ പള്ളിയിലാണ്. മലയാറ്റൂർ പള്ളിയിൽ തീർത്ഥാടകരുടെ വലിയൊരു തിരക്കൊക്കെ ഉള്ള ഒരു സമയമാണ്. ഇപ്പോഴാണ് മൊബൈൽ ഫോണുകൾ മോഷ്ടിക്കുന്ന ഒരു പ്രതി, അതായത് മലയാറ്റൂർ പള്ളിയിൽ തീർത്ഥാടനത്തെത്തി അവിടെ തമ്പടിക്കുന്ന തീർത്ഥാടകരുടെ അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ അവരുടെ ഫോൺ മോഷ്ടിക്കുന്ന പ്രതി പോലീസിന്റെ പിടിയിലാകുന്നത്. ആലപ്പുഴ സ്വദേശി അബ്ബാസ് സൈനുദ്ദീനാണ് പിടിയിലായത്. രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന തീർത്ഥാടകരുടെ ഫോണുകൾ ഇയാൾ എടുക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ഈ പള്ളി കമ്മിറ്റിയുടെ അല്ലെങ്കിൽ പള്ളി കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഭരണസമിതിയിൽപ്പെട്ട ആളുകളെല്ലാം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തുടർ കഥയാകുമ്പോൾ നടത്തിയ ഒരു അന്വേഷണത്തിലാണ് മനസ്സിലായത്. CCTVകളെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം നടത്തിയത്. തുടർന്ന് ഇയാളെ പള്ളിയുടെ പരിസരങ്ങളിൽ നിന്ന് തന്നെ അധികൃതർ കണ്ടെടുക്കുകയായിരുന്നു. ഉറക്കം നടിച്ചു കിടക്കുകയോ ഉറക്കത്തിലായിരുന്നു എന്ന നിലയിലുണ്ടായിരുന്ന ഇയാളെ പള്ളി അധികൃതർ കൈയോടെ പിടിക്കുകയും തുടർന്ന് പോലീസിന് കൈമാറുകയുമായിരുന്നു. ഏതായാലും ഇയാളുടെ കയ്യിൽ നിന്ന് മുന്തിയ ഇനം ഫോണുകളുടെ ഇയർപോഡുകൾ അടക്കമുള്ളവ കണ്ടെടുത്തിട്ടുണ്ട്. വിവിധ സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ പരാതികൾ നിലനിൽക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്രിസ്റ്റീന, ശരി. അമൽ സുരേന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. എന്തായാലും സമ്മതിക്കണം, എന്തുമാത്രം ഫോണും ഇയർപോഡ്സും ഒക്കെയാണ് കയ്യിലിരിക്കുന്നത്. അപ്പം നമ്മുടെ ഒരു ചെറിയ അശ്രദ്ധ മതി ഇത്തരത്തിലുള്ള ഈ മോഷണം ഒരു കലയാണെന്ന് ആരോ പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പം ഇത്തരത്തിലുള്ള കലാകാരന്മാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല.